ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്ന റിട്ടേൺസ് 63% ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമായിരിക്കും, ഇനിയും ഗോൾഡ് മുകളിലേക്കായിരിക്കോ പോവുക അല്ലെ താഴേക്കാണോ പോകുക എന്നുള്ളത്. ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സാക്ട്ലി ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് ഗോൾഡ് അടുത്തൊരു വർഷത്തിൽ എത്ര റിട്ടേൺസ് ആയിരിക്കും തരിക. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം, ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം പോലും നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. ഒരു എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി നിങ്ങൾ കാണാം. ഇത് ഞാൻ വെറുതെ ഭംഗി വാക്കായിട്ട് പറയുന്നതല്ല, അതിനൊരു റീസൺ ഉണ്ട്. അതിൻ്റെ കാരണവും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗോൾഡ് നിഫ്റ്റി റേഷ്യോ ചാർട്ടാണ്. അതായത് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലും നിഫ്റ്റിയുടെ പ്രൈസും താഴെ എടുത്തിട്ട് നമ്മളൊരു റേഷ്യോ ഉണ്ടാക്കിയാൽ ഹിസ്റ്റോറിക്കലി 2008 മുതൽ ഓരോ ദിവസത്തിൻ്റെയും നിങ്ങൾ ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താലുള്ള ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. നടുവിലൂടെ പോകുന്ന ഈ ഒരു ഡോട്ടഡ് ലൈന് ആ ഒരു ഗോൾഡ് നിഫ്റ്റി റേഷ്യോയുടെ ആവറേജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിയാണ് ഇതാണ് ആവറേജ്. ഇനി നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക, ഈ ഒരു ആവറേജിൻ്റെ താഴെയാണ് ഈ റേഷ്യോ എങ്കിൽ അതിനർത്ഥം ഗോൾഡ് നിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ചീപ്പറാണ്. എന്നാൽ ഈ ആവറേജിൻ്റെ മുകളിൽ ഈ ചാർട്ട് പോകുന്ന സമയത്ത് ഗോൾഡ് നിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 2008 ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ മുൻപ്, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് മുൻപ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ആയിരുന്നു ചീപ്പർ. എന്നാൽ ആ ക്രാഷ് കഴിഞ്ഞപ്പോഴോ, ക്രാഷ് കഴിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര താഴേക്ക് വീണപ്പോഴോ, അപ്പോൾ നിഫ്റ്റി ആയിരുന്നു ചീപ്പർ. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ആയിരുന്നു കൂടുതൽ ചീപ്പർ. ആ റേഷ്യോ 20 പോയി. അതിൻ്റെ അർത്ഥം ഗോൾഡ് എക്സ്പെൻസീവ് പോയി, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ചീപ്പർ പോയി. ഇനി നമ്മൾ കോവിഡ് ക്രാഷിൻ്റെ തൊട്ട് മുൻപ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ആയിരുന്നു ചീപ്പർ, സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചുകൂടി ഓവർ വാല്യൂഡ് ആയിരുന്നു. 8 ആയിരുന്നു ആ റേഷ്യോ ഉള്ളത്. എന്നാൽ ആ ക്രാഷ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര താഴേക്ക് വീണ സമയത്ത് ഈ റേഷ്യോ ഭയങ്കര മുകളിലേക്ക്, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 17 ലെവലിൽ 18 ലെവലിലേക്ക് പോയി. അതായത് ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവും സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ചീപ്പർ പോയി. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ഗോൾഡ് എക്സ്പെൻസീവ്, സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ചീപ്പർ ആവുന്ന ആ ഒരു കോവിഡ് ക്രാഷ് സമയത്ത് നിങ്ങൾ ഒബ്വിയസ്ലി കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എവിടെയാണ്? സ്റ്റോക്ക് മാർക്കറ്റിലാണ്. കാരണം ആ കോവിഡ് ക്രാഷിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കാണിച്ചത്. ഇവിടെ നമ്മൾ 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് സമയത്ത് ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയുള്ള സമയത്ത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇട്ടിരുന്നെങ്കിൽ, ക്രൈസിസ് കഴിഞ്ഞിട്ടുള്ള സമയത്ത്, ക്രാഷ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഗംഭീര റിട്ടേൺസ് ഉണ്ടാക്കിയാണ്. എന്നാൽ നേരെ തിരിച്ച് ആ ക്രൈസിസിന് മുൻപ് ഗോൾഡ് ഭയങ്കര ചീപ്പർ ആയിട്ടുള്ള സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾ ഗോൾഡിലേക്ക് കൂടുതൽ പൈസ മാറ്റുന്നതായിരുന്നു നല്ലത്. കാരണം ആ ക്രൈസിസ് ഒരുപക്ഷെ അല്ലെങ്കിൽ ക്രാഷ് ഒരുപക്ഷെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവ് ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ഗോൾഡിൻ്റെ ഈ ഒരു ചാർട്ട് ഈ ആവറേജിൻ്റെ മുകളിലാവുന്ന സമയങ്ങളൊക്കെ നമ്മൾ കുറേ ഗോൾഡിൽ പൈസ ഇടാതിരിക്കുകയും സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ പൈസ ഇടുകയും, എന്നാൽ ഗോൾഡ് ഭയങ്കര ചീപ്പാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ്സിലൊക്കെ നിങ്ങൾ കൂടുതൽ ഗോൾഡ് വാങ്ങുകയും സ്റ്റോക്ക് മാർക്കറ്റിലെ പൈസ കുറയ്ക്കുകയും ചെയ്യുന്ന നല്ലൊരു ഐഡിയ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ ഞാൻ വെറുതെ ചാർട്ട് നോക്കി ഇങ്ങനെ വെറുതെ ബളബള അടിക്കുകയാണ്. ഇതൊക്കെ ആക്ച്വലി ഇങ്ങനെയാണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ബാക്ക് ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാക്ക് ടെസ്റ്റിൽ നമ്മൾ ഗോൾഡ് നിഫ്റ്റി റേഷ്യോനെ പല പല ബാൻഡുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് 4-ന്റെ 6-ന്റെ ഇടയിൽ വരുന്ന സന്ദർഭങ്ങളിൽ, പിന്നെ 6-ന്റെ 8-ന്റെ ഇടയിൽ വരുന്ന സന്ദർഭങ്ങളിൽ, പിന്നെ 8-ന്റെ 10-ന്റെ ഇടയിൽ വരുന്ന സിറ്റുവേഷനിൽ, അതായത് ഈ സിറ്റുവേഷനിലൊക്കെ ഗോൾഡ് നിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ ചീപ്പറാണ്. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയി വരുന്ന സിറ്റുവേഷൻ 14-16, 16-18, 18-20 എന്ന് പറഞ്ഞാൽ ഗോൾഡ് നിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇടയിലുള്ള കേസുകളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഓരോരോ റേഷ്യോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ റേഷ്യോയിൽ ആ ഒരു ഗോൾഡിൻ്റെ സിൽവറിൻ്റെ പ്രൈസ് എത്തിയ പോയിന്റ് മുതൽ ഗോൾഡ് നെക്സ്റ്റ് 1 ഇയറിൽ, നെക്സ്റ്റ് 3 ഇയറിൽ, നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഉണ്ടാക്കിയ റിട്ടേൺസ് ആണ് തൊട്ടപ്പുറത്ത് നിങ്ങൾ കാണും. ഫോർ എക്സാമ്പിൾ ഗോൾഡ് നിഫ്റ്റി റേഷ്യോ 4 to 6-ന്റെ ഇടയിൽ വന്ന എല്ലാ പോയിന്റ്സും നമ്മൾ എടുത്തിട്ട് അവിടുന്ന് ഗോൾഡ് നെക്സ്റ്റ് 1 ഇയറിൽ ഉണ്ടാക്കിയ ആവറേജ് റിട്ടേൺ നോക്കിയാൽ 31.5% ആണ്. അത് ഗോൾഡ് ചീപ്പർ ആവുന്ന സന്ദർഭങ്ങളാണ് 4 to 6 എന്ന് പറഞ്ഞാൽ നിഫ്റ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അവിടെ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ആവറേജ് അടുത്ത 1 ഇയറിൽ നിങ്ങൾ 31% റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. 3 ഇയേഴ്സിൽ നിങ്ങൾ CAGR റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 26.9%, 5 ഇയേഴ്സിലൊക്കെ ഗംഭീര റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് ബേസിക്കലി ഗോൾഡ് ചീപ്പർ ആവുന്ന സമയത്ത് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമാനം നല്ല റിട്ടേൺസ് ആയിരിക്കും. ഈവൻ 5 ഇയേഴ്സ് വരെ നിങ്ങൾ ഉണ്ടാക്കുക. എന്നാൽ നിങ്ങൾ ഗോൾഡിൻ്റെ നിഫ്റ്റി റേഷ്യോ ഒരു 8 to 10-ന്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത 1 ഇയേഴ്സിൽ ഉണ്ടാക്കുന്ന റിട്ടേൺസ് കുറച്ചുകൂടി കുറവായിരിക്കും. ഈവൻ 3 ഇയേഴ്സ് ആയിക്കോട്ടെ, 5 ഇയേഴ്സിലായിക്കോട്ടെ കുറച്ചുകൂടി കുറവായിരിക്കും. മോശമല്ല, എന്നാലും കുറച്ചുകൂടി റിട്ടേൺസ് കുറവായിരിക്കും ഉണ്ടാകുക. അതായത് ഗോൾഡ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവുന്ന സമയത്ത് ഗോൾഡിൽ നിന്നുള്ള റിട്ടേൺസ് അടുത്ത 1 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 5 വർഷത്തിലായിക്കോട്ടെ കുറച്ചുകൂടി കുറവായിരിക്കും ഉണ്ടാകും. ഇനി നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രീം കേസ് നോക്കാം. അതായത് ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഫോർ എക്സാമ്പിൾ 16 to 18-ന്റെ റേഷ്യോൻ്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഗോൾഡിൽ പൈസ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ, ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയി നിൽക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഗോൾഡിൽ കുറേ പൈസ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത 1 ഇയറിൽ കാര്യമായ റിട്ടേൺസ് ഉണ്ടാവില്ല. അടുത്ത 3 ഇയേഴ്സിൽ നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ബാക്ക് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും. 3 വർഷം വെയിറ്റ് ചെയ്താലും നിങ്ങൾക്ക് -4% ആയിരിക്കും CAGR റിട്ടേൺസ്. CAGR റിട്ടേൺസ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവ് റിട്ടേൺസ് ആയിരിക്കും ആക്ച്വലി ഉണ്ടാവുക. ആൻഡ് ഈവൻ 5 ഇയേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്താലും നമ്മൾ ഡേറ്റ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 5 ഇയേഴ്സിൽ പോലും കാര്യമായ റിട്ടേൺസ് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, നിങ്ങൾ ഗോൾഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സമയത്ത്, നിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സമയത്ത്, ഫോർ എക്സാമ്പിൾ ഈ റേഷ്യോ 14-ന്റെ മുകളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ കുറേ പൈസ കൊണ്ട് ഗോൾഡിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത 1 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 5 വർഷത്തിലായിക്കോട്ടെ നിങ്ങൾ കാര്യമായിട്ടുള്ള റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഇനി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവ് ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ 18 to 20 റേഷ്യോൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ
അടുത്ത 1 ഇയറിൽ 9% റിട്ടേൺ ഒക്കെ ഓൺ ആൻ ആവറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഓൾറെഡി ഒരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റത്തിൽ കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മേ ബി ഒരു 6 മാസം ആ ഒരു 1 ഇയറും കൂടെ ആ റിട്ടേൺസിനെ മുകളിലേക്ക്, ആ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത 3 വർഷത്തിലും 5 ഇയേഴ്സിലും ഡേറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും കാര്യമായിട്ട് റിട്ടേൺസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ട്രെൻഡ് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ബാക്ക് ടെസ്റ്റിൽ നമുക്ക് റിവീൽ ചെയ്യപ്പെടുകയാണ്. അതായത് 1 ഇയർ നമ്മൾ ഡേറ്റ മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എപ്പോൾ വാങ്ങുന്നതായിരിക്കും? നിങ്ങൾ ഗോൾഡ് ഭയങ്കര ചീപ്പറാകുമ്പോൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഈ റേഷ്യോ ഓൾമോസ്റ്റ് 10ൻ്റെ താഴെയുള്ളപ്പോൾ വാങ്ങുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. 10ൻ്റെ മുകളിൽ പോകുമ്പോൾ 1 ഇയറിൽ മോശമൊന്നുമില്ല. പക്ഷെ ഒരു 14ൻ്റെ മുകളിൽ പോകുന്നത് 1 ഇയറിലേക്ക് നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. അപ്പോൾ 14ൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത 1 ഇയറിൽ നിങ്ങൾ കുറേ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. 3 ഇയേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ട്രെൻഡാണ് കാണുന്നത്. നിങ്ങൾ 14ൻ്റെ മുകളിൽ പോകുകയാണെങ്കിൽ 3 ഇയേഴ്സിലും ഭയങ്കര റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈവൻ 5 ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് കിട്ടാൻ പോകുന്നത് 10 വരെയാണ്. അപ്പോൾ ഗോൾഡ് നിഫ്റ്റി റേഷ്യോ 10ൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സിൽ ഗോൾഡിൽ നിന്ന് മോശമില്ലാത്ത റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ 10ൻ്റെ മുകളിൽ പോകുമ്പോൾ വീണ്ടും ആ റിട്ടേൺസ് കുറയുന്നുണ്ട്. അതിൽ തന്നെ 10ൻ്റെയും 14ൻ്റെ ഇടയിലാണെങ്കിൽ മോശമില്ല, FD പോലത്തെ റിട്ടേൺസ് കിട്ടും. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മേ ബി നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാകാനുള്ള ചാൻസ്. ഹലോ എവരിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗോൾഡ് നിഫ്റ്റി റേഷ്യോ എത്രയാണ്? അത് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഷൂട്ടിംഗ് ദിവസം 15th ഒക്ടോബർ ആണ്. 15th ഒക്ടോബറിൽ നമ്മൾ ഈ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 14.7 ആണ്. ഓൾമോസ്റ്റ് അല്ല, കറക്റ്റ് 14.7 ആണ് ഇന്നത്തെ റേഷ്യോ. 14.7 റേഷ്യോയിൽ നമ്മൾ എത്ര റിട്ടേൺസ് ആണ് ബാക്ക് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? വീണ്ടും നമ്മൾ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് പോയാൽ ഈ 14.7 എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാൻഡിലാണ് വരിക. ഈ ഒരു ബാൻഡിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ അടുത്തൊരു വർഷത്തിൽ ഹിസ്റ്റോറിക്കൽ ബേസിസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു വർഷത്തിൽ ഒന്നെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് അല്ലെങ്കിൽ കാര്യമായിട്ട് റിട്ടേൺസ് ഇല്ല എന്നുള്ള കാര്യം. 3 ഇയേഴ്സിലായിക്കോട്ടെ 5 ഇയേഴ്സിലായിക്കോട്ടെ വലിയ റിട്ടേൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഡേറ്റ നമ്മളോട് പറയുന്നത്. ഇനി ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് പല രീതിയിൽ ചിന്തിക്കാം. നിങ്ങൾക്ക് വേണം ഡേറ്റനെ ഇഗ്നോർ ചെയ്യാം. എന്ത് ഡേറ്റ, ഇനി അങ്ങോട്ട് ഗോൾഡ് മുകളിലേക്ക് പോകുള്ളൂ, കണ്ടില്ലേ US കറൻസിയിൽ ആർക്കും വിശ്വാസമില്ല, അപ്പോൾ എല്ലാവരും ഗോൾഡാണ്, എല്ലാ കൺട്രീസും ഗോൾഡാണ് വാങ്ങിച്ചു കൂട്ടുന്നത്, അപ്പോൾ ഗോൾഡ് തന്നെ ഇനി മുകളിലേക്ക് പോകുള്ളൂ, ബാക്കിയെല്ലാം താഴേക്കാണ് പോകുക, സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്യുക, അങ്ങനെ കുറേ നരേറ്റീവ്സ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഡേറ്റ പറയുന്നത് ഞാൻ ഈ പറഞ്ഞൊരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ 3 ഇയേഴ്സിലായിക്കോട്ടെ 1 ഇയറിലായിക്കോട്ടെ ഗോൾഡ് ഗംഭീര റിട്ടേൺസ് ആണ്, ഗംഭീര പെർഫോമൻസ് വന്നിരിക്കുന്നത്. ഇനിയുള്ള 3 വർഷത്തിൽ 5 വർഷത്തിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത് കുറച്ച് ഓവർ എക്സ്പെക്ടേഷൻ ആയി പോകും. കാരണം ഒരു അസറ്റ് ക്ലാസ് ഒരിക്കലും എപ്പോഴും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമോ? അത് ഗോൾഡ് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ഒരു അസറ്റ് ക്ലാസ് പോലും എപ്പോഴും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ല. മാത്രമല്ല കഴിഞ്ഞ ഒരു 5 വർഷമൊക്കെ ഗംഭീര പെർഫോമൻസ് ആണെന്നിരിക്കുന്നെങ്കിൽ അടുത്ത 5 വർഷത്തിൽ അത്രയും പെർഫോമൻസ് വരാനുള്ള ഒരു ചാൻസ് പൊതുവേ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഒബ്വിയസ്ലി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള റിസർച്ചും കാര്യങ്ങൾ ചെയ്തൊരു തീരുമാനം എടുക്കുക. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ഇതുവരെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ മേ ബി കുറേ പൈസ കൊണ്ട് ഗോൾഡ് ഇപ്പോൾ ഇടുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. അപ്പോൾ ലംസമായിട്ട് കുറേ പൈസ ഇടുന്നതിന് പകരം നിങ്ങൾ എല്ലാ മാസം കുറച്ച് പൈസ SIPയുടെ രീതിയിലോ ഒക്കെ നിങ്ങൾ ഗോൾഡ് ETF ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം അടുത്തൊരു മാസത്തിൽ ഗോൾഡ് കുറച്ച് താഴേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള പ്രൈസിൽ കുറച്ച് ബൈ ചെയ്യാം. അങ്ങനെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ ഒരു 10% ഒക്കെ ഗോൾഡ് വേണം അല്ലെങ്കിൽ സിൽവർ വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. ആക്ച്വലി നല്ലൊരു കാര്യമായിരിക്കും. പക്ഷെ അപ്പോൾ നിങ്ങൾ ഒരിക്കലും അടുത്ത 6 മാസത്തിൽ ഗോൾഡ് താഴേക്ക് പോകുമ്പോൾ ആ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് ആയിക്കോട്ടെ സിൽവർ ആയിക്കോട്ടെ ഒരു ഇൻഷുറൻസ് പോലെയാണ്. നാളെ സ്റ്റോക്ക് മാർക്കറ്റിലോ റിയൽ എസ്റ്റേറ്റിലോ നമ്മുടെ എക്കണോമിയിൽ വലിയൊരു ക്രൈസിസോ ക്രാഷോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് മുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഇൻഷുറൻസ് എന്ന രീതിയിലാണ് നിങ്ങൾ ഗോൾഡിനെ കാണേണ്ടത്. അല്ലാണ്ട് അടുത്തൊരു മാസത്തിലോ 6 മാസത്തിലോ റിട്ടേൺസ് ഉണ്ടാക്കുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള ചാൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അലൊക്കേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു SIP മോഡ് ഓഫ് രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഗിവൺ കറണ്ട് സിറ്റുവേഷൻ. നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ ഓൾറെഡി 10% 20% ഒക്കെ ഗോൾഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ടാർഗറ്റ് അലൊക്കേഷനിൽ നിങ്ങൾ എത്തിയവരാണെങ്കിൽ മേ ബി നിങ്ങൾ ലോങ് ടേമിലേക്ക് 1 ഇയറിലേക്ക് 3 ഇയറിലേക്ക് 5 ഇയറിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഗോൾഡിൽ പൈസ ഇടുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. ഇനി അത് നല്ലൊരു ഐഡിയ ആയിരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും അത് ചെയ്യരുത് അല്ലെങ്കിൽ ഗോൾഡ് ഇനി നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല. അത് പറയാൻ കാരണം ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ റിട്ടേൺസ് ഒക്കെ നമ്മൾ
ഓരോ പ്രാവശ്യവും ഈ റേഷ്യോയിലെത്തിയ സമയത്ത് കുറേ ദിവസങ്ങളുണ്ടല്ലോ ഈ റേഷ്യോയിലെത്തിയത്. അപ്പോൾ അവിടുന്ന് 1 ഇയറും 3 ഇയറൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ആവറേജ് റിട്ടേൺസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ബാക്ക് ടെസ്റ്റിൻ്റെ ഫുൾ റിസൾട്ട് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ പിക്ചർ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ് ഈ 4 to 6 ബാൻഡിൽ വന്ന സമയത്ത്, അതായത് ഗോൾഡ് ഭയങ്കര ചീപ്പായിട്ടുള്ള സമയത്ത് 1 ഇയറിലെ ആവറേജ് റിട്ടേൺ 30% ആണ്. നല്ല കാര്യമാണ്. പക്ഷേ മിനിമം 7% ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഗോൾഡ് ഏറ്റവും ചീപ്പായിട്ടുള്ള വന്ന സമയത്ത് പോലും ഗോൾഡ് ഭയങ്കര റിട്ടേൺസ് തരാത്ത സമയം വരെ ഉണ്ട്. ഇനി നേരെ തിരിച്ചും കറക്റ്റാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ 14:16 റേഷ്യോ എത്തിയ സമയത്ത് അടുത്ത 1 ഇയറിലെ ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ -1.5% ആണ് ഹിസ്റ്റോറിക്കലി, ഒരു സംശയമില്ല. പക്ഷേ മാക്സിമം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു സമയത്ത് ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയുള്ള ഈ സിറ്റുവേഷനിൽ പോലും ഒരു വർഷത്തിൽ 38% റിട്ടേൺസ് വന്നിട്ടുണ്ട്. ഇനി ഈവൻ 3 ഇയേഴ്സിൽ പോലും 31% CAGR റിട്ടേൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഗോൾഡ് നിഫ്റ്റി റേഷ്യോ ഇതാണ്, ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്തൊരു വർഷത്തിൽ ഗോൾഡ് മോശമായിട്ടുള്ള റിട്ടേൺസ് തരുന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു കോമൺ സെൻസുള്ള ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താണ്? ഗിവൺ ഇപ്പോഴത്തെ ഒരു റേഷ്യോ നിങ്ങൾ ഈ ആവറേജ് റിട്ടേണേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഈ മാക്സിമം റിട്ടേണോ അല്ലെങ്കിൽ മിനിമം റിട്ടേണോ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ മണ്ടന്മാരാവാനുള്ള ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ബാക്ക് ടെസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ കൺക്ലൂഷനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ് നിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ. ഈ ഒരു റേഷ്യോ ബാൻഡിലാണ് വീഴുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷത്തിലേക്കോട്ടെ 3 വർഷത്തിലേക്കോട്ടെ 1 വർഷത്തിലേക്കോട്ടെ ഗോൾഡിൽ നിന്ന് ഗംഭീര റിട്ടേൺസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷനിലാണ്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൊത്തം ഒരു പോർട്ട്ഫോളിയോ എന്ന രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ സമാധാനം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പക്ഷേ ഒരു കാര്യം കൂടി ഉള്ളത്, ലോങ് ടേമിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അസറ്റ് അലൊക്കേഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് വഴിയാണ് മ്യൂച്വൽ ഫണ്ട്. ആ മ്യൂച്വൽ ഫണ്ടുകളെ എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നും എങ്ങനെ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാമെന്നും എങ്ങനെ നിങ്ങളുടെ പൈസ അതിലൂടെ ഗ്രോ ചെയ്യാമെന്നും ലോങ് ടേമിലേക്ക് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. വളരെ ക്ലിയർ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ആ ഒരു കോഴ്സിൽ ഇനി കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.